10 മാസം മാത്രം ജീവിച്ച ആ പിഞ്ചുകുട്ടി മരണപ്പെട്ട ദിവസം അത്രയും വേദനയിൽ നിൽക്കുന്ന സമയത്ത് ആ കുടുംബം എടുത്ത തീരുമാനമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരുമാണെങ്കിൽ ഇതുപോലെ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടായാൽ നിങ്ങളും ഇതുപോലെ ചെയ്യുമോ എന്ന്. ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്നോ, ഒത്തിരി ആളുകൾ ഇതുപോലെ അവയവങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്, ദുരിത ജീവിതം അനുഭവിച്ച്. അപ്പോൾ ഇന്ന് ഈ വാലൻറ്റൈൻസ് ഡേ തന്നെ ഇതുപോലെയൊരു പ്രണയം എന്ന് പറഞ്ഞാൽ അതിനപ്പുറമില്ല. ആ കുടുംബം എടുത്ത തീരുമാനം, അത് ഹാറ്റ്സ് ഓഫ്. അതിനും അപ്പുറം പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. ഗവൺമെൻറ്റും എല്ലാവരും ആ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്നാണ്, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം എന്നും കൂടിയാണ്. ഇതിനൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ വേണ്ടതായ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യം കൊടുത്ത് ആളുകളെ ബോധവൽക്കരിപ്പിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളും കൊടുത്ത് ആളുകളെ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വരുവാനായി നമ്മുടെ സമൂഹമൊക്കെ, നമ്മൾ വിദ്യാഭ്യാസവും കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ടാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ആളുകൾക്കൊരു വിമുഖതയുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഈ കുട്ടിയുടെ കുടുംബം ചെയ്ത അത്രയ്ക്കും വലിയ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾക്കും എത്താൻ കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ അർത്ഥവത്താവുന്നത്. അപ്പോൾ എല്ലാവരും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഇതുപോലെയുള്ള അവയവദാനം മറ്റു കാര്യങ്ങളും നമ്മുടെ അടുത്തും ഇതുപോലെയുള്ള മരണങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ നമ്മളും അതിന് മുന്നിട്ടിറങ്ങാനും ആ കുടുംബത്തെ ബോധവൽക്കരിക്കാനും അതിലൂടെ കുറച്ചു പേർക്ക് പുതുജീവൻ നൽകുവാനും നമുക്ക് സാധിച്ചാൽ അതല്ല ഏറ്റവും വലിയ പ്രണയം, അതല്ല ഏറ്റവും വലിയ സ്നേഹം. അപ്പോൾ അതായിരിക്കട്ടെ നമ്മുടെയൊക്കെ തീരുമാനം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.